അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് യാത്ര കടക്കുകയാണ്. ഇതാണ് പ്രേംദം ആശ്രമം. ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. നമ്മൾ ശ്രീകൃഷ്ണ ജന്മസ്ഥാനമായിട്ടുള്ള മധുരയിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ നിങ്ങൾ അവിടെ എത്തിച്ചേരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ബട്ട് ഒരിക്കലും അത് അംഗീകരിക്കേണ്ട. അവിടേക്ക് പാർക്കിംഗ് ഇല്ല, അവിടേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്, പിന്നെ മൊബൈലും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അവിടുത്തെ കാണിച്ചു തരാൻ എനിക്ക് കഴിയില്ല. നമ്മൾ അവിടുന്ന് ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്ത് നിന്ന് നേരെ നമ്മൾ പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. ശ്രീകൃഷ്ണ ജന്മസ്ഥാനം ഒരു അനുഭവം തന്നെയാണ്. അവിടെ ഉള്ള ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അവിടെ കേസ് തർക്കങ്ങളൊക്കെ ആയിട്ട് കുറേ ഏരിയ ഇപ്പോഴും ലോക്ക്ഡായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മളിത് ആഗ്ര ഫോർട്ടിലെത്തി. ആഗ്ര ഫോർട്ടിന് തൊട്ട് മുന്നിൽ തന്നെയായിട്ട് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ നല്ല ഒരു പ്രതിമ, ഒരു അത്യാവശ്യം ഒരു ഇടുപ്പുള്ള പ്രതിമ എന്ന് പറയുമല്ലോ, നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ആഗ്രയുടെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ആഗ്ര ഫോർട്ടിലേക്ക് കടക്കാൻ 40 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ആഗ്ര ഫോർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു ഗൈഡിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ പോയാലുള്ള സ്ഥിതി തന്നെയാണ്. എന്നാൽ പോലും ഇവിടെ കാണാനുള്ള ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നാലെ 600 700 ഒക്കെ പറഞ്ഞിട്ടാണ് ഗൈഡ് പിന്നാലെ വരിക. ഞങ്ങൾക്കൊരു 300 രൂപയ്ക്ക് ഒപ്പിച്ച് കിട്ടി. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം പഠിച്ച് പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും അത്ര രീതിയിൽ കണക്റ്റായില്ല എന്നെ സംബന്ധിച്ച്. 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആഗ്ര ഫോർട്ട് ഇടം നേടിയിരുന്നു. കോട്ടയുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഖാസ് മഹൽ, ഷാജഹാൻ്റെ മക്കളായ റോഷനാര, ജഹനാര എന്നിവർക്ക് വേണ്ടി തയ്യാറാക്കിയ മാളികയാണ്. ഈ മാളിക നിർമ്മിച്ചിരിക്കുന്നത് വെണ്ണക്കല്ല് കൊണ്ടാണ്. ഇവിടെ നിന്നും നമുക്ക് യമുന നദീതീരത്തുള്ള താജ്മഹൽ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആഗ്ര ഫോർട്ടിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയായാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, താജ്മഹൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും. ഇതാണ് മൂസമ്മൻ ബുർജ് എന്നറിയപ്പെടുന്ന ഷാജഹാൻ മുംതാസ് മഹലിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മാളിക. ഇവിടെ എത്തുന്ന സന്ദർശകരുടെ ഒരു മെയിൻ ഫോട്ടോ എടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ഒരു ഭാഗം. മൂസമ്മൽ ബുർജിലാണ് ഷാജഹാൻ തൻ്റെ അവസാന കാലം കഴിച്ചുകൂട്ടിയത്. ആഗ്ര ഫോർട്ടിനെ ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കിയതിൽ ഷാജഹാന് ഒരുപാട് പങ്കുണ്ട്. ഇവിടെയാണ് ഔറംഗസേബ് തൻ്റെ പിതാവായ ഷാജഹാനെ തടവിലാക്കിയത്. ഈ കാണുന്നത് ചക്രവർത്തിമാരുടെ സിംഹാസനങ്ങളാണ്. കറുത്ത നിറത്തിൽ കാണുന്ന ഇത് ജഹാംഗീറിൻ്റെ സിംഹാസനമായിരുന്നു. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെയാണ് സാമ്രാജ്യം ഭരിച്ചത്. പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷമാണ് മുഗളർ ഈ സാമ്രാജ്യത്തെ ലോധി രാജവംശത്തിൽ നിന്നും കൈയടക്കിയത്. ബാദൽഗഡ് എന്നാണ് കോട്ടയുടെ പഴയ പേര്. അക്ബർ പണി കഴിപ്പിച്ച കോട്ടയിൽ ഷാജഹാൻ്റെ വെണ്ണക്കൽ നിർമ്മിതി കൂടി വന്നതോടെ എന്നും തിളങ്ങുന്ന മഹാസൃഷ്ടിയായി ആഗ്ര കോട്ട നിലകൊള്ളുന്നു. ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ലക്നൗവിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പോകുന്നതിനിടയിൽ നമ്മൾ മോട്ടലിൽ കയറി. ഇത് ഞാൻ പ്രത്യേകം എടുത്തത് എന്താണെന്ന് വെച്ചാൽ 45 രൂപയുടെ ചായയാണ് കേട്ടോ. അത് പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 4ാം ദിനം നമ്മൾ യാത്ര ചെയ്തത് പ്രയാഗ്രാജ്, കാശി എന്നിവിടങ്ങളിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.